ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പഠിച്ചായിരുന്നു ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ അയാൾ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെ വിതരണം നടത്തുമ്പോൾ ഇഷ്യൂ ചെയ്യേണ്ട ടാക്സബിൾ ഇൻവോയ്സ് ഏതൊക്കെ ടൈപ്പ് ഓഫ് പാർട്ടീസാണ് ഇഷ്യൂ ചെയ്യേണ്ടത്, നമ്മുടെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഏത് രീതിയിലുള്ള ടാക്സബിൾ ഇൻവോയ്സ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്, ക്രെഡിറ്റ് നോട്ടിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ടിൻ്റെ അകത്ത് ഒരു സപ്ലയർ ആ രീതിയിൽ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കസ്റ്റമറിന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കണ്ടൻറ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് പാലിക്കേണ്ടത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പഠിച്ചത് അല്ലേ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹം ഒരു ട്രാൻസ്പോർട്ടിംഗ് ഏജൻസി ആയിട്ടാണ് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളതെങ്കിൽ അദ്ദേഹം വിതരണം ചെയ്ത് കൊടുക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് സർവീസിന് കസ്റ്റമറുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങുന്ന സമയത്ത് അദ്ദേഹം മിഷ് ചെയ്ത് കൊടുക്കുന്ന ടാക്സബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കണ്ടൻറ്റുകൾ എന്തൊക്കെയെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടിംഗ് ഏജൻസി അവർ ഗുഡ്സിൻ്റെയോ അല്ല എങ്കിൽ ഗുഡ്സിൻ്റെയോ അല്ല എങ്കിൽ ആളുകളെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ഒരു സർവീസിൻ്റെ വിതരണത്തിലാണോ ഏർപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ രീതിയിൽ വിതരണം നടത്തുന്ന ഒരു ട്രാൻസ്പോർട്ടിംഗ് ഏജൻസി കസ്റ്റമറുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ടാക്സിൽ ഇൻവോയ്സിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കണ്ടൻറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക, എന്തൊക്കെ വസ്തുക്കളാണ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടിംഗ് ഏജൻസി വഹിക്കുന്നത് അല്ലെങ്കിൽ ജി എസ് ടിയുടെ അകത്ത് ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിയായിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളെയാണ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നത്. ഒന്ന്, ഒരു ബിസിനസ്സുകാരൻ മറ്റുള്ള ഒരാൾക്ക് വേണ്ടി ഗുഡ്സിൻ്റെ വിതരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അതായത് ഒരു സപ്ലയറുടെ കയ്യിൽ നിന്നും ഗുഡ്സ് വാങ്ങിക്കൊണ്ട് കസ്റ്റമറുടെ കൈകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഗുഡ്സിൻ്റെ ഒരു വിതരണത്തിലാണ് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി ഏർപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിയെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ ദ കേസ് ഓഫ് ഗുഡ്സ്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ട്രാൻസ്പോർട്ടേഷൻ ഏജൻസികൾ അവരുടെ ബിസിനസ്സിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്ന വസ്തു എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് തന്നെയായിരിക്കും. അതായത് ഇപ്പം നമ്മുടെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ എന്താണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മനുഷ്യനെ യാത്ര ചെയ്യാൻ വേണ്ടി എന്താണ് ബസ് സർവീസ്, അതുപോലെ തന്നെ റെയിൽവേ ടിക്കറ്റ്, അതുപോലെ തന്നെ എന്താണ് ആ രീതിയിൽ ഒരു മനുഷ്യനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടി സർവീസ് നടത്തുന്ന ആളുകൾ ചെയ്യുന്ന ബിസിനസ്. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള വസ്തുക്കളാണ് ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്സിൻ്റെ അകത്ത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി അവർ ചെയ്തു കൊടുക്കുന്ന ഈ ട്രാൻസ്പോർട്ടേഷൻ സർവീസിന് അവർ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ടാക്സബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മെൻഷൻ ചെയ്ത് പറയേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി നിർവഹിക്കുന്നത് ഗുഡ്സിൻ്റെ വിതരണമാണെങ്കിൽ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ അതിൻ്റെ അകത്ത് അവർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ടാക്സബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മെൻഷൻ ചെയ്യേണ്ടത് ആ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിയുടെ നെയിമും അതുപോലെ തന്നെ അവരുടെ അഡ്രസ്സും അതുപോലെ തന്നെ അവരുടെ സ്റ്റേറ്റും അവർക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവരുടെ ജി എസ് ടി രജിസ്ട്രേഷൻ നമ്പറുമാണ് കൃത്യമായിട്ടും ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ടാക്സ് ഇൻവോയ്സിൽ ഫസ്റ്റ് മെൻഷൻ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസെപ്റ്റീവ് സീരിയൽ നമ്പർ ഉണ്ടായിരിക്കണം മസ്റ്റായിട്ടും ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ടാക്സബിൾ ഇൻവോയ്സിൻ്റെ അകത്ത്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡേറ്റിലാണ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി ഈ ടാക്സബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തേക്കുന്നത്, ആ ഡേറ്റ് ഓഫ് ഇഷ്യൂ മസ്റ്റായിട്ടും കൊടുത്തിട്ടുണ്ടാകണം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ദിവസമാണ് ഈ ഒരു ടാക്സബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തേക്കുന്നത്, ആ ടാക്സബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് ആ ഡേറ്റ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി ആർക്ക് വേണ്ടിയാണോ ഈ ഒരു ഗുഡ്സിൻ്റെ വിതരണം നടത്തിയേക്കുന്നത് ആ റെസിപ്പിയൻസിൻ്റെ നെയിമും അഡ്രസ്സും അവർക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് ആ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ടാക്സബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടാകണം. ഇനി അൺരജിസ്റ്റേർഡ് പാർട്ടി ആണെങ്കിൽ അവരുടെ നെയിമും
അഡ്രസ്സും അതുപോലെ തന്നെ സ്റ്റേറ്റ് കോഡും മെൻഷൻ ചെയ്ത് പറഞ്ഞാൽ മതി. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി വിതരണം ചെയ്യുന്ന ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ ചരക്കുകളുടെ ടോട്ടൽ വെയിറ്റ് എത്രയെന്ന് കൃത്യമായിട്ടും ആ ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. അതാണ് പറയുന്നത് ദ ഗ്രോസ് വെയിറ്റ് ഓഫ് കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി അവർ വിതരണം ചെയ്യുന്നത് ഗുഡ്സ് ആണെങ്കിൽ ആ ചരക്കുകളുടെ കൃത്യമായിട്ടുള്ള വെയിറ്റ് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിം ഓഫ് ദി കൺസൈനർ ആൻഡ് കൺസൈനി എന്ന് വെച്ച് കഴിഞ്ഞാൽ GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി നൽകുന്ന ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് അത് ഈ ചരക്ക് ഏത് പാർട്ടിക്ക് വേണ്ടി ഏത് പാർട്ടിയാണ് കയറ്റി അയക്കുന്നത് കൺസൈനറുടെ നെയിം, അത് ഏത് പാർട്ടിക്കാണ് വിതരണം ചെയ്യേണ്ടത് അവരുടെ നെയിം, ഇത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്നത് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി ഗുഡ്സിൻ്റെ വിതരണം നടത്തുന്നത് ഒരു സപ്ലയർക്ക് വേണ്ടിയായിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി വിതരണം ചെയ്യുന്ന ഗുഡ്സ് അത് സപ്ലയറുടെ അടുത്ത് നിന്ന് കയറ്റുമതി ചെയ്യുന്നത് ഓരോ കണ്ടെയ്നറിൻ്റെ അകത്തായിട്ടായിരിക്കാം, അല്ല എങ്കിൽ ഒരു കാരേജിൻ്റെ ഉള്ളിലായിട്ടായിരിക്കാം. ഓക്കെ, ആ ഓരോ കാരേജിനും അതുപോലെ തന്നെ ഓരോ കണ്ടെയ്നർക്കും ഓരോ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന രജിസ്ട്രേഷൻ നമ്പർ പ്രകാരം പോകുന്ന കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഇന്ന ഗുഡ്സാണുള്ളത്. ഓക്കെ, ആ കാര്യം കൃത്യമായിട്ടും മെൻഷൻ ചെയ്ത് ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാകണം. അതായത് രജിസ്ട്രേഷൻ നമ്പർ ഓഫ് ഗുഡ്സ് ക്യാരേജ് എന്ന് പറയുന്ന രജിസ്ട്രേഷൻ നമ്പർ ഗുഡ്സ് ക്യാരേജിൻ്റെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി ഏത് ഗുഡ്സ് ഏത് ക്യാരേജിൻ്റെ ഉള്ളിലാണ് കയറ്റി അയച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഏത് കണ്ടെയ്നറിലുള്ളാണ് കയറ്റി അയച്ചേക്കുന്നത്, അത് പ്രകാരം ആണ് നമുക്ക് ഏത് ഗുഡ്സിൻ്റെ വിതരണം നടത്തിയതിനാണ്, അത് ഏത് രജിസ്ട്രേഷൻ നമ്പറുള്ള ഗുഡ്സ് ക്യാരേജിൻ്റെ വിതരണം നടത്തിയതിനാണ് ഈ ഒരു ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് എന്ന് കൃത്യമായിട്ടും ആ ഒരു ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. പിന്നെ ഇതുകൂടാതെ തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി വിതരണം ചെയ്ത് കൊടുക്കുന്ന ഗുഡ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് ആ ഒരു ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാകണം. അതായത് അത് ഏത് സപ്ലയർ എടുത്തു നിന്നാണ് ഏത് ഗുഡ്സാണ് എടുത്തേക്കുന്നത്, ആ ഗുഡ്സിൻ്റെ HSN കോഡ് എത്ര, ആ ഗുഡ്സിൻ്റെ ടോട്ടൽ എത്ര ക്വാണ്ടിറ്റീസ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ട്, എത്രയാണ് പെർ പീസിൻ്റെ വില, അതുപോലെ തന്നെ ടോട്ടൽ എത്രയാണ് അതിൻ്റെ ആ പ്രൊഡക്റ്റിൻ്റെ ടാക്സിബിൾ വാല്യൂ, ഏത് GST സ്ലാബ് റേറ്റിൻ്റെ കീഴിൽ വരുന്ന പ്രൊഡക്റ്റാണ് ഈ വിതരണം ചെയ്യുന്നത്, ടോട്ടൽ ടാക്സ് എമൗണ്ട് എത്ര, ആ പ്രൊഡക്റ്റിൻ്റെ ടാക്സ് എമൗണ്ടും ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ ടാക്സിബിൾ വാല്യൂടെ ചേർത്തിട്ട് ടോട്ടൽ വാല്യൂ എത്ര, അതിൻ്റെ അകത്ത് GST ടാക്സ് ടൈപ്പുകൾ ഏതൊക്കെ, അതായത് ആ പ്രോഡക്റ്റിനെ കളക്ട് ചെയ്തിരിക്കുന്ന GST ടാക്സ് എമൗണ്ടുകൾ ഏതൊക്കെ, UTGST, SGST, IGST, CGST എന്നിവ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇതുപോലെ തന്നെ ആ ഒരു പ്രോഡക്റ്റ് ഏത് സപ്ലയറുടെ കയ്യിൽ നിന്നാണ് ഏത് സ്റ്റേറ്റിലുള്ള സപ്ലയറുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്, അത് ഏത് സ്ഥലത്തേക്കാണ് പ്ലേസ് ഓഫ് സപ്ലൈ നടത്തുന്നത്, അതിൻ്റെ ഡെലിവറി പ്ലേസ് ഏത്, കൃത്യമായിട്ടും അത് ആ ഒരു ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ടാകണം. ഇത്രയും കാര്യം. പിന്നെ അതുകൂടാതെ തന്നെ ഡീറ്റെയിൽസ് ഓഫ് പ്ലേസ് ഓഫ് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി വിതരണം ചെയ്യുന്ന ടാക്സിബിൾ ഗുഡ്സിൻ്റെ ഗുഡ്സ് അത് ഏത് സപ്ലയറുടെ കയ്യിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ കൊണ്ടുവന്ന ഏത് സ്ഥലത്തു നിന്നാണ് ഈ പ്രൊഡക്റ്റ് കയറ്റുമതി ചെയ്തത്, ഇനി അത് ഏത് സ്ഥലത്തേക്കുള്ള കസ്റ്റമർക്കാണ് അത് പ്ലേസ് ഓഫ് സപ്ലൈ നടത്തേണ്ടത്, അത് ഏത് ഡെസ്റ്റിനേഷനിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കേണ്ടത്, ഈ മുതലായ കാര്യങ്ങളും കൃത്യമായിട്ടും അവർ നൽകുന്ന ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇത് കൂടാതെ തന്നെ നമ്മുടെ ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട സെക്ഷൻ 46 പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി നൽകുന്ന ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യമാണ് ഒരു ഗുഡ്സ് വിതരണം ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി നൽകുന്ന ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് മസ്റ്റായിട്ടും ഷോ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടാക്സിബിൾ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി
നൽകുന്ന ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം ഏത് ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിയാണ് ഈ ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്, അവരുടെ നെയിം, അഡ്രസ്സ്, GST നമ്പർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറയുക. പിന്നെ രണ്ടാമത്തെ കാര്യം ആ ഒരു ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ കൺസെപ്റ്റീവ് സീരിയൽ നമ്പർ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡേറ്റിലാണ് അത് ഇഷ്യൂ ചെയ്യുന്നത് കൃത്യമായിട്ട് പറയുക. പിന്നെ അത് ഏത് സപ്ലയർക്ക് വേണ്ടിയാണ്, അതുപോലെ തന്നെ ഏത് കസ്റ്റമർക്ക് വേണ്ടിയാണ്, ആ കസ്റ്റമറുടെ നെയിമും അതുപോലെ തന്നെ സപ്ലയറുടെ നെയിമും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറയുക. അതാണ് കൺസൈനറുടെ നെയിം ഒരു കൺസൈനി നെയിം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൺസൈനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലയർ, കൺസൈനി എന്ന് വെച്ചാൽ കസ്റ്റമർ. പിന്നെ അവർ കയറ്റുമതി ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ഗ്രോസ് വെയിറ്റ് എത്രയെന്ന് കൃത്യമായിട്ടും ചരക്കിൻ്റെ കൃത്യമായിട്ടുള്ള ഗ്രോസ് വെയിറ്റ് എത്രയെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് പറയുക. പിന്നെ അത് ഏത് ഈ ഗുഡ്സിൻ്റെ വിതരണം നടത്തുന്നത് ഏത് ഗുഡ്സ് ക്യാരേജിൽ നിന്നുമാണ് എന്ന് കൃത്യമായിട്ട് ഓരോ ഗുഡ്സ് ക്യാരേജിനും ഓരോ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാകും. ഈ ഒരു ഗുഡ്സ് ക്യാരേജിൻ്റെ ഈ ഗുഡ്സിൻ്റെ വിതരണം നടത്തുന്നത് ഏത് ഗുഡ്സ് ക്യാരേജിൽ നിന്നാണ്, ഏത് കണ്ടെയ്നറിലാണ് ഈ ഗുഡ്സ് വിതരണം ചെയ്യുന്നത്, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തുകൊണ്ട് ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടാകണം. ഓക്കെ, അപ്പോൾ ഗുഡ്സ് ക്യാരേജിൻ്റെയോ അല്ലെങ്കിൽ ഗുഡ്സ് കയറ്റുമതി ചെയ്യുന്ന കണ്ടെയ്നറിൻ്റെയോ രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായിട്ടും എവിടെ ഉണ്ടായിരിക്കണം, നമ്മുടെ ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ ഏതെങ്കിലും കാരണവശാൽ ഇൻകം ടാക്സ് അതോറിറ്റി ഈ ഒരു വിതരണം ചെയ്യപ്പെടുന്ന ടാക്സിബിൾ ഗുഡ്സ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇന്ന കണ്ടെയ്നറിൽ ഇന്ന ഗുഡ്സ് ആണുള്ളത്, അതിൻ്റെ ടാക്സിബിൾ ഇൻവോയ്സ് ഇതാണ്, ടാക്സിബിൾ ഇൻവോയ്സ് നമ്പർ ഇതാണ് എന്ന് ഈസി ആയിട്ട് പരിശോധിക്കൽ നടക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ ആ കയറ്റുമതി ചെയ്യുന്ന ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ടും മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. പിന്നെ ആ ഒരു പ്രോഡക്റ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് കൃത്യമായിട്ട് പറയുക. ഇതുകൂടാതെ GST നമ്മുടെ GSTൻ്റെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണം നടത്തുമ്പോൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ കണ്ടൻറ്റുകൾ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ കണ്ടൻറ്റുകൾ പറഞ്ഞിരിക്കുന്ന റൂൾ 46 പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി നൽകുന്ന ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ അകത്തും കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ടാകണം. ഇനി അടുത്ത കാര്യമെന്ന് പറയുന്നത് ഈ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി വിതരണം ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പാസഞ്ചേഴ്സിന് വേണ്ടിയുള്ള ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മുടെ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ആ രീതിയിൽ ഒരു മനുഷ്യന് വേണ്ടി ഒരു പാസഞ്ചേഴ്സിന് വേണ്ടിയുള്ള ട്രാൻസ്പോർട്ടേഷൻ സർവീസിൻ്റെ വിതരണത്തിലാണ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി ഏർപ്പെട്ടിട്ടുള്ളതെങ്കിൽ അവർ ഇഷ്യൂ ചെയ്യുന്ന ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത് ഒരു ടിക്കറ്റ് രൂപത്തിലായിരിക്കും. ഓക്കെ, അതിൻ്റെ അകത്ത് ആ ടിക്കറ്റ് ഫോമിൽ ഇഷ്യൂ ചെയ്യുന്ന ഈ ടാക്സ് ഇൻവോയ്സിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകണം. അത് ഏതൊരു പാസഞ്ചറിന് വേണ്ടിയാണ് ഈ ഒരു ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അത് അല്ല എങ്കിൽ ഈ ഒരു ടിക്കറ്റ് ഈ ഒരു പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻസിൻ്റെ നെയിമും അതുപോലെ തന്നെ അഡ്രസ്സും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ സർവീസ് വിതരണം ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി വിതരണം ചെയ്യുന്ന ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറയേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾ 46 പ്രകാരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ടാകണം. അതായത് ഏത് ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിയാണ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ സർവീസ് വിതരണം ചെയ്യുന്നത്, അവരുടെ നെയിം, അഡ്രസ്സ്, GST നമ്പർ, ഏത് ഡേറ്റിലാണ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ സർവീസ് വിതരണം ചെയ്തത്, ആ രീതിയിൽ എന്നാണ് ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇതിൻ്റെ കൺസെപ്റ്റീവ് സീരിയൽ നമ്പർ ഓരോ ടാക്സിബിൾ ഇൻവോയ്സിൻ്റെയും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ സർവീസ് വിതരണം ചെയ്തത് GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു പാർട്ടിക്ക് വേണ്ടിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നെയിം, അഡ്രസ്സ്, GST നമ്പർ, സ്റ്റേറ്റ് കോഡ് എന്നിവ പറയുക. ഇനി GST രജിസ്ട്രേഷൻ ഇല്ലാത്ത പാർട്ടിക്ക് വേണ്ടിയാണ് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് കൊടുത്തിട്ടുള്ളതെങ്കിൽ കൃത്യമായിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ നെയിമും അഡ്രസ്സും മാത്രം മെൻഷൻ ചെയ്ത് പറയുക. പിന്നെ പ്രധാനമായിട്ടും പറഞ്ഞേക്കുന്നത് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി നിർവഹിച്ചിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ സർവീസിൻ്റെ പേര്, അതിൻ്റെ സാക്ക് കോഡ്, ടോട്ടൽ വാല്യൂ, ടാക്സിബിൾ വാല്യൂ, ടാക്സ് റേറ്റ്, ടാക്സ് ടൈപ്പുകൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് ഇൻവോയ്സിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാകണം. പിന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് സ്ഥലത്തേക്കാണ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ സർവീസ് വിതരണം ചെയ്യപ്പെട്ടേക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ
ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ സർവീസിന് ഏതും തരത്തിലുള്ള റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ ആണെങ്കിൽ ആ കാര്യം കൃത്യമായിട്ടും ആ ഒരു ടാക്സ് ഇൻവോയ്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ സർവീസ് വിതരണം ചെയ്ത് കൊടുത്തിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി കൊടുക്കുന്ന ടാക്സ് ഇൻവോയ്സിൻ്റെ അകത്ത് ആ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിയുടെയോ അല്ല എങ്കിൽ അവരുടെ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ സിഗ്നേച്ചറോ അല്ല എങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചറോ മസ്റ്റായിട്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ടാക്സ് ഇൻവോയ്സിൻ്റെ അകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറയുന്നത്. ഇനി അടുത്ത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാൾ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെ വിതരണം നടത്തുമ്പോൾ ടാക്സിബിൾ ഇൻവോയ്സിന് പകരം ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് ഒരു ചെല്ലാനാണെങ്കിൽ, ഡെലിവറി ചെല്ലാനാണെങ്കിൽ ആ രീതിയിൽ വിതരണം ചെയ്യുന്ന ഡെലിവറി ചെല്ലാനിൽ ശ്രദ്ധിക്കേണ്ട കണ്ടൻറ്റുകൾ ഏതൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചാണ് ഈ ഒരു സപ്ലയർ ഈ ഒരു ഡെലിവറി ചെല്ലാൻ ഇഷ്യൂ ചെയ്യേണ്ടത് ആ കാര്യം വ്യക്തമാക്കുന്ന GSTയിലെ റൂളാണ് റൂൾ 55 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഗുഡ്സിൻ്റെ വിതരണം നടത്തുമ്പോൾ അദ്ദേഹം ടാക്സിബിൾ ഇൻവോയ്സിന് പകരം സിറോക്സിസ് അഥവാ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയായ ചെല്ലാൻ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ചെല്ലാനിൻ്റെ അകത്ത് ഏതൊക്കെ രീതിയിലുള്ള കണ്ടൻറ്റുകളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കുന്ന റൂളാണ് റൂൾ 55 എന്ന് പറയുന്നത്. അതിനു മുമ്പ് നമുക്ക് നോക്കാം എന്തൊക്കെ പർപ്പസിന് വേണ്ടിയാണ് ഒരു ചെല്ലാൻ നമ്മൾ ബിസിനസ് ഫേമിൽ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ ഏത് സമയത്താണ് ഡെലിവറി ചെല്ലാൻ ഇഷ്യൂ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് സെയിൽസ് ഓർഡർ കിട്ടുന്ന സമയത്താണ് ഈ ഒരു GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന സപ്ലയർ ഗുഡ്സിൻ്റെ വിതരണത്തിൻ്റെ ഒപ്പം തന്നെ ചെല്ലാൻ ഇഷ്യൂ ചെയ്തുകൊണ്ട് കസ്റ്റമറിന് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. എനിക്ക് ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് സെയിൽസ് ഓർഡർ കിട്ടി, ഇത്ര ഐറ്റം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെയിൽസ് ഓർഡർ കിട്ടി. ഞാൻ ആ സെയിൽസ് ഓർഡർ ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ ആ കസ്റ്റമറിന് ഈ ഓർഡർ പ്രകാരമുള്ള പ്രൊഡക്റ്റ് കയറ്റുമതി ചെയ്തു. ഓക്കെ, സെൻഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഞാൻ കയറ്റുമതി ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് ഇന്നതാണ്, ഇത്ര ക്വാണ്ടിറ്റിയാണ് കയറ്റി അയച്ചേക്കുന്നത്, അതിൻ്റെ ടാക്സിബിൾ വാല്യൂ ഇത്രയാണ്, ടാക്സ് സ്ലാബ് ഇതാണ്, ടോട്ടൽ വാല്യൂ ഇതാണ്, GST ടാക്സ് ടൈപ്പുകൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര ക്വാണ്ടിറ്റി പ്രൊഡക്റ്റാണ് കയറ്റി അയച്ചേക്കുന്നത് മുതലായ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബില്ല് കയറ്റി അയക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ചെല്ലാൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സന്ദർഭം GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ തുടർച്ചയായിട്ട് വിതരണം ചെയ്യപ്പെടുന്ന ഗുഡ്സിൻ്റെ കാര്യത്തിൽ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് തുടർച്ചയായിട്ട് സെയിൽസ് ഓർഡർ കിട്ടുന്ന സന്ദർഭത്തിൽ അതിന് എഗനസ്റ്റായിട്ട് ഗുഡ്സ് കയറ്റുമതി ചെയ്ത് അയക്കുന്നു കസ്റ്റമർക്ക്. അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ചെല്ലാനും കയറ്റുമതി ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നോർമലി ബിസിനസ്സിൽ ചെല്ലാൻ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അതുകൂടാതെ മറ്റൊരു സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലൈ ഓഫ് ലിക്വിഡ് ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡായിട്ടുള്ള ഗ്യാസിൻ്റെ വിതരണം നടത്തുന്ന സന്ദർഭത്തിൽ, അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ ലിക്വിഡ് ഗ്യാസ് വിതരണം ചെയ്യുന്ന സപ്ലയർ കസ്റ്റമറിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് ഗുഡ്സിൻ്റെ ഒപ്പം തന്നെ ചെല്ലാനായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഈ ഒരു സപ്ലയർക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് ആ പ്രൊഡക്റ്റ് റിമൂവ് ചെയ്യുന്നോടം വരെയും എത്ര ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് കസ്റ്റമറിന് കയറ്റി അയക്കണമെന്ന്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റി മെഷർമെൻറ്റ് ചെയ്യാത്ത ഒരു ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെ വിതരണത്തിലാണ് ഒരു സപ്ലയർ ഏർപ്പെടുന്നതെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം, അദ്ദേഹം ഈ ഒരു വിതരണം ചെയ്യുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെ ഒപ്പം കയറ്റുമതി ചെയ്ത് കസ്റ്റമറിന് കൊടുക്കുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെല്ലാനാണ്. ഓക്കെ, ഫസ്റ്റ് സന്ദർഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് ഓർഡറിന് എഗനസ്റ്റ് ആയിട്ട് നമ്മൾ കസ്റ്റമറിന് പ്രൊഡക്റ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു, കസ്റ്റമറിന് ചെല്ലാൻ കൊടുക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്ലയർ വിതരണം ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി കൃത്യമായിട്ടും അയാൾക്ക് അയാളുടെ ഫാക്ടറിയിൽ നിന്ന് അത് റിമൂവ് ചെയ്യുന്നോടം വരെയും കൃത്യമായിട്ട് ക്വാണ്ടിറ്റി മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അദ്ദേഹം
ഈ ഗുഡ്സിൻ്റെ ഒപ്പം തന്നെ കസ്റ്റമർക്ക് കൊടുക്കുന്നത് ചെല്ലാനായിരിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ്സുകാരൻ അയാൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാൾ ഏതെങ്കിലും തരത്തിലുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ട് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ജോബ് വർക്കർക്ക് കയറ്റുമതി ചെയ്യുന്ന സമയത്ത് അയാൾ ആ ജോബ് വർക്കർക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ഒപ്പം അയച്ചു കൊടുക്കുന്നത് ചെല്ലാനായിരിക്കും. ഓക്കെ. പിന്നെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൽ ഒരു സപ്ലയർ ഏർപ്പെടുകയാണെങ്കിൽ ആ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൻ്റെ ഒപ്പം തന്നെ സപ്ലയർ കൊടുക്കുന്നത് ചെല്ലാനായിരിക്കും. ഇത്രയും കാര്യം. പിന്നെ ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിൽ ബോർഡുകൾ പറഞ്ഞിട്ടുള്ള ഗുഡ്സിൻ്റെ സർവീസിൻ്റെയോ വിതരണം നടത്തുന്ന സന്ദർഭത്തിൽ സപ്ലയർ ഗുഡ്സിൻ്റെ സർവീസിൻ്റെയും ഒപ്പം കസ്റ്റമർക്ക് കൊടുക്കുന്നത് ചെല്ലാനായിരിക്കും. ഇത്രയും സാഹചര്യങ്ങളിലാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ ചെല്ലാൻ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് സന്ദർഭം, ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ അദ്ദേഹം കസ്റ്റമറുടെ കയ്യിൽ നിന്ന് സെയിൽസ് ഓർഡർ സ്വീകരിച്ചതിന് ശേഷം അതിന് എഗനസ്റ്റായിട്ട് ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഗുഡ്സിൻ്റെ ഒപ്പം ചെല്ലാൻ കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ സപ്ലയർ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഗുഡ്സോ ഏതെങ്കിലും തരത്തിലുള്ള സെയിൽസ് ഓർഡറോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സപ്ലയർ എടുത്ത് ഒരു കസ്റ്റമർ വന്നു, കസ്റ്റമർ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സപ്ലയറോട് ആവശ്യപ്പെട്ടു. ആ പ്രൊഡക്റ്റ് സപ്ലയർ അയാളുടെ ഫാക്ടറിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നോടം വരെയും അദ്ദേഹത്തിന് അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയെന്ന് കൃത്യമായിട്ട് മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അദ്ദേഹം ആ പ്രൊഡക്റ്റിൻ്റെ വിതരണത്തിൻ്റെ ഒപ്പം തന്നെ കസ്റ്റമർക്ക് കൊടുക്കുന്നത് ചെല്ലാനായിരിക്കും. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സപ്ലയർ അയാൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സാക്കി മാറ്റാൻ വേണ്ടി ജോബ് വർക്കർക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഗുഡ്സിൻ്റെ വിതരണത്തിൻ്റെ ഒപ്പം തന്നെ ജോബ് വർക്കർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് ചെല്ലാനായിരിക്കും. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഗുഡ്സിൻ്റെ വിതരണമാണ് ഒരു സപ്ലയർ നടത്തുന്നതെങ്കിൽ ആ ഗുഡ്സിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സപ്ലയർ കസ്റ്റമർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് ചെല്ലാനായിരിക്കും. ഇത്രയും സാഹചര്യങ്ങളിലാണ് ജി എസ് ടിയുടെ അകത്ത് ഒരു രജിസ്റ്റേർഡ് സപ്ലയർ ഗുഡ്സിൻ്റെ വിതരണത്തിൽ ചെല്ലാൻ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഇനി എന്തൊക്കെ തരത്തിലുള്ള കണ്ടൻറ്റുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളാണ് ഡെലിവറി ചെല്ലാൻ്റെ ഉള്ളിൽ മെൻഷൻ ചെയ്ത് പറയേണ്ടത് എന്നാണ് പറയുന്നത്. ഒന്ന് നോക്കുക, ജി എസ് ടിയുടെ അകത്ത് ചെല്ലാനോ അല്ലെങ്കിൽ ടാക്സ് ഇൻവോയ്സിനോ കൃത്യമായിട്ടുള്ളൊരു ഫോർമാറ്റ് ഇല്ല. എന്നാൽ നമ്മുടെ സപ്ലയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ചെല്ലാനും അതുപോലെ തന്നെ ഈ ടാക്സ് ഇൻവോയ്സിനും ഇന്നിന്ന കണ്ടൻറ്റുകൾ മാത്രം അല്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങൾ മാത്രം ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറയുന്നുള്ളൂ. ഫസ്റ്റ് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡേറ്റ് ആൻഡ് നമ്പർ ഓഫ് ഡെലിവറി ചെല്ലാൻ. അതായത് ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ അയാൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഗുഡ്സിൻ്റെ വിതരണത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അദ്ദേഹം ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ചെല്ലാൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടും ഡേറ്റും അതുപോലെ തന്നെ ആ ചെല്ലാൻ്റെ കൺസെക്റ്റീവ് സീരിയൽ നമ്പറും 16 ഡിജിറ്റിൽ താഴെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. പിന്നെ അടുത്ത കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സപ്ലയറാണ് ഈ ഒരു ചെല്ലാൻ ഇഷ്യൂ ചെയ്ത് കൊടുത്തേക്കുന്നത് ആ സപ്ലയറുടെ നെയിമും അഡ്രസ്സും അദ്ദേഹത്തിൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ നമ്പറും സ്റ്റേറ്റ് കോഡും കൃത്യമായിട്ടും ആ ഒരു ചെല്ലാൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇനി അൺരജിസ്റ്റേർഡ് പാർട്ടിയാണ് ഈ കാര്യം കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ നെയിമും അഡ്രസ്സും മാത്രം മെൻഷൻ ചെയ്ത് പറഞ്ഞാൽ മതി. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സപ്ലയർ ഗുഡ്സിൻ്റെ വിതരണം നടത്തുമ്പോഴാണല്ലോ ഈ ഒരു ചെല്ലാൻ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. മുകളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഗുഡ്സിൻ്റെ വിതരണം നടക്കുമ്പോഴാണ് നമ്മുടെ സപ്ലയർ ചെല്ലാൻ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ ഗുഡ്സ് സ്വീകരിക്കുന്ന കസ്റ്റമർ അല്ലെങ്കിൽ റെസിപ്പിയൻസിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ടും ഈ ചെല്ലാൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഓക്കെ. അപ്പോൾ സപ്ലയറുടെ കയ്യിൽ നിന്ന് ചെല്ലാൻ സ്വീകരിക്കുന്ന റെസിപ്പിയൻറ്റിന് ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അയാളുടെ നെയിമും അഡ്രസ്സും ജി എസ് ടി നമ്പറും കൃത്യമായിട്ടും മെൻഷൻ ചെയ്ത് ആ ഒരു ചെല്ലാനിൽ കാണിച്ചിട്ടുണ്ടാകണം. ഇല്ല എങ്കിൽ അൺരജിസ്റ്റേർഡ് പാർട്ടിയാണെങ്കിൽ അയാളുടെ നെയിമും അഡ്രസ്സും സ്റ്റേറ്റ് കോഡും മാത്രം മെൻഷൻ ചെയ്ത് പറഞ്ഞാൽ മതി. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചെല്ലാൻ്റെ അകത്ത് ഈ ഒരു സപ്ലയർ വിതരണം ചെയ്യുന്ന ഗുഡ്സിൻ്റെ HSN കോഡും അതുപോലെ തന്നെ ഗുഡ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഗുഡ്സിൻ്റെ പേരെന്ത്, അതിൻ്റെ ഏത് GST സ്ലാബ് റേറ്റിൽ വരുന്ന പ്രൊഡക്റ്റാണ് കയറ്റി അയക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ടാക്സബിൾ റേറ്റ് എത്ര, ടാക്സ് എമൗണ്ട് എത്ര, ടാക്സിബിൾ വാല്യൂ എത്ര,
ടോട്ടൽ വാല്യൂ എത്ര, ടാക്സ് ടൈപ്പുകൾ ഏതൊക്കെ എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. എത്ര ക്വാണ്ടിറ്റിയാണ് കയറ്റി അയക്കുന്നത്, പെർ റേറ്റ് എത്രയാണ് ഒരു ക്വാണ്ടിറ്റിയുടെ, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഓക്കെ, ഇതുകൂടാതെ തന്നെ ടാക്സ് ടൈപ്പുകളായി CGST ടാക്സ് എത്ര, IGST ടാക്സ് എത്ര, UTGST ടാക്സ് എത്ര, SGST ടാക്സ് എത്ര എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സപ്ലയർ ഈ ഒരു ഗുഡ്സ് ഏത് സ്ഥലത്തേക്കാണ് പ്ലേസ് ഓഫ് സപ്ലൈ നടത്തുന്നത്, അല്ല എങ്കിൽ ഏത് സ്ഥലത്തേക്കാണ് ഡെലിവറി ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് വേറൊരു പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറുടെ പ്ലേസ് എന്ന് പറയുന്നതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. എന്നാൽ ഈ പ്രൊഡക്റ്റ് നമ്മുടെ സപ്ലയർ വിതരണം ചെയ്യുന്ന സ്ഥലമായിരിക്കും ഡെലിവറി പ്ലേസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് ആ ചെല്ലാൻ്റെ അത് കാണിച്ചിട്ടുണ്ടാകണം. ഇതുകൂടാതെ തന്നെ ഈ ഒരു ചെല്ലാൻ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന സപ്ലയറുടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ സിഗ്നേച്ചറോ ഡിജിറ്റൽ സിഗ്നേച്ചറോ കൃത്യമായിട്ടും ഈ ഒരു ചെല്ലാൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇനി എത്ര രീതിയിലാണ് ഈ ഒരു ചെല്ലാൻ ഈ ഒരു സപ്ലയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ 3 രീതിയിലാണ് ഈ ഒരു ചെല്ലാൻ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അല്ല എങ്കിൽ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ ചെല്ലാൻ ഇഷ്യൂ ചെയ്യുന്നത് 3 പാർട്ടീസിന് വേണ്ടിയാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കോപ്പി അഥവാ ഒറിജിനൽ കോപ്പി എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയറാണ്. ഞാൻ മുകളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൽ ഏർപ്പെടുമ്പോൾ ഞാൻ കൃത്യമായിട്ടും ആ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൻ്റെ ഒപ്പം തന്നെ കസ്റ്റമർക്ക് കൊടുക്കേണ്ടത് ഇത് ചെല്ലാനാണ്. അങ്ങനെ കൊടുക്കുന്ന ചെല്ലാൻ 3 കോപ്പീസാണ് കൊടുക്കേണ്ടത്. ആദ്യത്തെ കോപ്പി എന്ന് പറയുന്നത് റിസീപ്പിന് വേണ്ടിയുള്ളതാണ്. അതായത് എൻ്റെ കയ്യിൽ നിന്നും സപ്ലയറായ എൻ്റെ കയ്യിൽ നിന്നും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത് ഏത് റിസീപ്പിൻ്റാണ് അല്ലെങ്കിൽ ഏത് കസ്റ്റമറാണ് അയാൾക്കാണ് ഈ ചെല്ലാൻ്റെ ഒറിജിനൽ കോപ്പി കൊടുക്കേണ്ടത്. രണ്ടാമത്തെ കോപ്പി കൊടുക്കേണ്ടത് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഫോർ ട്രാൻസ്പോർട്ടർ. ഈ ഒരു ഗുഡ്സ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കൺസൈനറുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ട്രാൻസ്പോർട്ടർ ആരോ അയാൾക്കായിരിക്കും ഈ ഒരു ചെല്ലാൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി കൊടുക്കുന്നത്. മൂന്നാമത്തെ കോപ്പി എന്ന് പറയുന്നത് സപ്ലയറായ ഞാൻ തന്നെ ഈ ഒരു ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൽ ഇന്ന ആൾക്ക് ഇന്ന ദിവസം ഇന്ന ഗുഡ്സ് കയറ്റുമതി ചെയ്തിട്ടുണ്ട്, ഇന്ന കസ്റ്റമറിന് വിതരണം ചെയ്തിട്ടുണ്ട്, അത് കാണിക്കാനും അതിൻ്റെ ടാക്സിബിൾ വാല്യൂ കാണിക്കാനും എൻ്റെ കയ്യിലുള്ള ഡോക്യുമെൻ്റ് എവിഡൻസ് ആയിട്ട് ഞാൻ ഇതിൻ്റെ മൂന്നാമത്തെ കോപ്പി സൂക്ഷിക്കണം. അങ്ങനെ സപ്ലയർ സൂക്ഷിക്കുന്ന കോപ്പിയെ വിളിക്കുന്ന പേരാണ് ട്രിപ്ലിക്കേറ്റ് ഫോർ കൺസൈനർ എന്ന് പറയുന്ന കാര്യം. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന ഒരു സപ്ലയർ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന 4 രീതിയിൽ സെയിൽസ് ഓർഡറിന് എഗനസ്റ്റായിട്ട് കസ്റ്റമർക്ക് ഗുഡ്സ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചെല്ലാൻ കൊടുക്കുന്നു. അല്ല എങ്കിൽ എന്താണ് ക്വാണ്ടിറ്റി ഒരു കസ്റ്റമർക്ക് ഒരു സപ്ലയർക്ക് അയാൾ വിതരണം ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി അയാളുടെ ഫാക്ടറിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന സമയം വരെയും കൃത്യമായിട്ട് മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം ചെല്ലാൻ കൊടുക്കുന്നു ആ ഗുഡ്സിൻ്റെ വിതരണത്തിൽ. അതുപോലെ തന്നെ ജോബ് വർക്കർക്ക് ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സപ്ലയർ ചെല്ലാൻ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ ആ രീതിയിലുള്ള പ്രോഡക്റ്റിൻ്റെ വിതരണത്തിൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സിൻ്റെ കാര്യത്തിൽ നമ്മുടെ സപ്ലയർ ചെല്ലാൻ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ എന്ത് ചെയ്ത് കൊടുക്കുകയുള്ളൂ, നമ്മുടെ സപ്ലയർ ചെല്ലാൻ ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഓക്കെ, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ചെല്ലാൻ കൊടുത്തു കഴിഞ്ഞാലും മസ്റ്റായിട്ടും നമ്മുടെ സപ്ലയർ ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം ആ കസ്റ്റമർക്ക്. അതായത് GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൻ്റെ ഒപ്പം തന്നെ ചെല്ലാൻ ഇഷ്യൂ ചെയ്ത് കസ്റ്റമർക്ക് കൊടുത്താലും റെസിപ്പിയൻസിന് കൊടുത്താലും മസ്റ്റായിട്ടും അദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ, അല്ല എങ്കിൽ ഇദ്ദേഹം ടാക്സ് അടച്ചേക്കുന്നതിൻ്റെ പ്രൂഫായിട്ട് ആ ഒരു ടാക്സ് കളക്ട് ചെയ്തേക്കുന്നതിൻ്റെ പ്രൂഫായിട്ട് ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് ആർക്ക് കൊടുക്കണം, നമ്മുടെ കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ടാകണം. ഇനി ഈ ഒരു ചെല്ലാൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സപ്ലയർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കൽ നടക്കുകയില്ല. അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സപ്ലയർ ഫാക്ടറിയിൽ നിന്ന് ഗുഡ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ടാക്സബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ മാത്രമേ ഇദ്ദേഹം എന്ത് ചെയ്ത് ഇഷ്യൂ ചെയ്ത് കൊടുക്കൽ നടക്കുകയുള്ളൂ, ചെല്ലാൻ ഇഷ്യൂ ചെയ്ത് കൊടുക്കൽ നടക്കുകയുള്ളൂ. അതിനുശേഷം ഇദ്ദേഹം നിശ്ചിത ടൈം പീരീഡിനുള്ളിൽ മസ്റ്റായിട്ടും ടാക്സബിൾ ഇൻവോയ്സ് ആ ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ ആ റെസിപ്പിയൻസിന് വിതരണം ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം എന്നാണ് പറയുന്നത്. കാരണം ടാക്സിബിൾ ഇൻവോയ്സ് വിതരണം ചെയ്ത് കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വിതരണം ചെയ്തിരിക്കുന്ന ഗുഡ്സിൻ്റെ സർവീസിൻ്റെയും കാര്യത്തിൽ കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ടിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്ത് എടുക്കൽ നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെ രീതിയിലുള്ള ടൈപ്പ് ഓഫ് ഇൻവോയ്സ് ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ഇൻ GST, അതായത് GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ അദ്ദേഹം വിതരണം ചെയ്യുന്ന
ടാക്സിബിൾ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നാണ് കൃത്യമായിട്ടും ഇവിടെ പറയുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് പേഴ്സൺ സപ്ലൈൻ ടാക്സിബിൾ ഗുഡ്സ് ഓർ സർവീസ് ബോത്ത്. GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ വിതരണം ചെയ്യുന്നത് ടാക്സിബിൾ ഗുഡ്സും അതുപോലെ തന്നെ സർവീസുമാണ്. അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചാണെങ്കിൽ അദ്ദേഹം മസ്റ്റായിട്ടും കസ്റ്റമറിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത് ടാക്സിബിൾ ഇൻവോയ്സ് ആയിരിക്കണം. ഇനി GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ അദ്ദേഹം വിതരണം ചെയ്യുന്നത് ടാക്സ് ഇല്ലാത്ത ഗുഡ്സും അതുപോലെ തന്നെ ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന ഗുഡ്സോസിൻ്റെയോ സർവീസിൻ്റെ വിതരണമാണ് നടത്തുന്നതെങ്കിൽ അദ്ദേഹം ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത് ആ കസ്റ്റമറിന് ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഫോമിലുള്ള ഡോക്യുമെൻറ്റ്സ് ആയിരിക്കണം. അതിൻ്റെ അകത്ത് ടാക്സ് എമൗണ്ട് മെൻഷൻ ചെയ്ത് പറയുകയില്ല. അതായത് GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ അദ്ദേഹം വിതരണം ചെയ്യുന്നത് ടാക്സിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്ന ഗുഡ്സും സർവീസുമാണ്. അങ്ങനെയുള്ള ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൽ എക്സംപ്റ്റഡ് ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൽ ആ സപ്ലയർ കസ്റ്റമറിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും. അതിൻ്റെ അകത്ത് ടാക്സ് എമൗണ്ട് സൂചിപ്പിക്കുകയില്ല. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ കസ്റ്റമറിന് വിതരണം ചെയ്ത് കൊടുക്കുന്നത് പകുതി ടാക്സിബിൾ പ്രൊഡക്റ്റും അതുപോലെ തന്നെ പകുതി ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന എക്സംപ്റ്റഡ് ഗുഡ്സും ആണെന്ന് ഇരിക്കുക. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ കസ്റ്റമർക്ക് ടാക്സുള്ള ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൽ അദ്ദേഹം ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത് ടാക്സിബിൾ ഇൻവോയ്സും അതുപോലെ തന്നെ എക്സംപ്റ്റഡ് ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൽ അദ്ദേഹം ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത് ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ആയിരിക്കണം. ഇനി കോമ്പോസേഷൻ ഡീലർ ആണ് എങ്കിൽ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു കോമ്പോസേഷൻ ഡീലറാണ് ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അദ്ദേഹം കസ്റ്റമർക്ക് കൊടുക്കേണ്ട ടാക്സിബിൾ ഇൻവോയ്സ് എന്ന് പറയുന്നത് ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ്സ് ആണ്. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ആ പ്രൊഡക്റ്റ് അത് ഏത് സപ്ലയറാണ് അദ്ദേഹം കോമ്പോസേഷൻ സ്കീമിലാണ് രജിസ്ട്രേഷൻ എടുത്തേക്കുന്നത്, അത് ഏത് കസ്റ്റമറാണ് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത്, കസ്റ്റമറുടെ നെയിം, അഡ്രസ്സ്, GST നമ്പർ ഉണ്ടെങ്കിൽ GST നമ്പർ, പിന്നെ ഏത് പ്രൊഡക്റ്റാണ്, അതിൻ്റെ HSN കോഡ് എത്ര, അതിൻ്റെ ടോട്ടൽ വാല്യൂ എത്ര, പ്ലേസ് ഓഫ് സപ്ലൈ ചെയ്ത്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോമ്പോസേഷൻ ഡീലറുടെ ഈ ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന കോമ്പോസേഷൻ ഡീലറുടെ സിഗ്നേച്ചറും അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചറോ ഇത്രയും കാര്യങ്ങളായിരിക്കും അതിനകത്ത് മെൻഷൻ ചെയ്ത് പറയേണ്ടത്. ഇനി റിസിപ്റ്റ് ഫോർ അഡ്വാൻസ് പേയ്മെൻറ്റ്, അതായത് GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും കസ്റ്റമർക്ക് ഗുഡ്സോ സർവീസോ വിതരണം ചെയ്യുന്നതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എഗനസ്റ്റ് ആയിട്ട് അദ്ദേഹം ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത് റിസിപ്റ്റ് വൗച്ചറാണ്. ഇനി ഈ രീതിയിൽ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണം ഒരു കസ്റ്റമർ നടത്തുന്നതിന് മുമ്പ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് സ്വീകരിച്ചു. എന്നിട്ടും ഈ ഒരു സപ്ലയർ കസ്റ്റമർക്ക് ഈ ഗുഡ്സിൻ്റെ സർവീസിൻ്റെയും അഡ്വാൻസ് ആയിട്ട് പൈസ സ്വീകരിച്ചതിന് എഗനസ്റ്റ് ആയിട്ട് ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണം നടത്തുന്നില്ല എങ്കിൽ ആ ഒരു പൈസ വാങ്ങിയേക്കുന്ന അഡ്വാൻസ് ആയിട്ട് സ്വീകരിച്ചേക്കുന്ന പൈസ തിരിച്ചു കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കസ്റ്റമർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ഒരു ലീഗൽ ഡോക്യുമെൻ്റിൻ്റെ പേരാണ് റീഫണ്ട് വൗച്ചർ എന്ന് പറയുന്നത്. ഇനി GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു അൺരജിസ്റ്റേർഡ് സപ്ലയർ അദ്ദേഹം എന്താണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം മുഖേന ഗവൺമെൻറ്റിലേക്ക് GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന പർച്ചേസ്ഡ് ഫ്രം അൺരജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ അദ്ദേഹം സാധനങ്ങൾ വാങ്ങുന്നത് അൺരജിസ്റ്റേർഡ് ഡീലറുടെ കയ്യിൽ നിന്നാണ് എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം, ഈ വാങ്ങിയിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ടാക്സ് എമൗണ്ട് ഈ സപ്ലയർ തന്നെ ഗവൺമെൻറ്റിലേക്കായിട്ട് അടയ്ക്കേണ്ടി വരും റിവേഴ്സ് ചാർജ് മെക്കാനിസം മുഖേന. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അദ്ദേഹം ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ലീഗൽ ഡോക്യുമെൻ്റ് വിളിക്കുന്ന പേരാണ് പർച്ചേസ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടി അദ്ദേഹം അൺരജിസ്റ്റേർഡ് ഡീലറുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. ദെൻ ആ പ്രൊഡക്റ്റിൻ്റെ ക്യാഷ് എമൗണ്ട് മാത്രം ആ അൺരജിസ്റ്റേർഡ് സപ്ലയറുടെ കയ്യിൽ കൊടുക്കുകയും അതിനുണ്ടാകുന്ന ടാക്സ് എമൗണ്ട് ഇദ്ദേഹം തന്നെ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുകയും ചെയ്യണം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ആ പ്രൊഡക്റ്റ് വാങ്ങിയിരിക്കുന്ന വ്യക്തി ആ സപ്ലയർക്ക് കാശ് കൊടുക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കാശ് കൊടുത്തു എന്ന് കാണിക്കാൻ വേണ്ടി ഇഷ്യൂ ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് പേയ്മെൻറ്റ് വൗച്ചർ എന്ന് പറയുന്നത്. ഇനി റെക്ടിഫിക്കേഷൻ ഇൻ ഇൻവോയ്സ്. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ GST അകത്ത് തിരുത്തലുകൾ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ
തെറ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കോ സംഭവിച്ചു കഴിഞ്ഞാൽ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൽ അദ്ദേഹത്തിൻ്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ സർവീസിൻ്റെയോ ശരിയായ വിതരണത്തിൽ അദ്ദേഹം വിതരണം നടത്തിയേക്കുന്ന ഗുഡ്സിൻ്റെയോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സിൻ്റെ സെയിൽ നടത്തിയിരിക്കുന്ന ഗുഡ്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ മിസ്മാച്ച്മെൻറ്റ് ഉണ്ടായാൽ അദ്ദേഹം ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ലീഗൽ ഡോക്യുമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ GST അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് എഗനസ്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ലീഗൽ ഡോക്യുമെൻറ്റ്സ് ആണ് ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇനി ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ കൈകളിൽ നിന്നും ക്ലെയിം ചെയ്തെടുത്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ബ്രാഞ്ച് ഓഫീസ് അദ്ദേഹത്തിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ കീഴിൽ അർഹരായ ബ്രാഞ്ച് ഓഫീസുകൾക്ക് അല്ലെങ്കിൽ റെസിപ്പിയൻസിന് വീതം വെച്ച് കൊടുക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കിട്ടിയേക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് അദ്ദേഹത്തിൻ്റെ റെസിപ്പിയൻസിന് വീതം വെച്ച് കൊടുത്തു എന്ന് കാണിക്കുന്നതിന് എഗനസ്റ്റായിട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ലീഗൽ ഡോക്യുമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ വീതം വെച്ച് കൊടുക്കുന്ന ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് വീതം വെച്ച് കൊടുക്കുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും തരത്തിൽ മിസ്റ്റേക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് എഗനസ്റ്റായിട്ട് തിരുത്തൽ ഡോക്യുമെൻറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന റെക്ടിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇനി ഗുഡ്സിൻ്റെയോ വിതരണത്തിൻ്റെയോ വിതരണത്തിൽ ഏർപ്പെടുന്ന ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി അവർ ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ബില്ലിനെ വിളിക്കുന്ന പേരാണ് ഡെലിവറി ചെല്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, സോറി നമ്മുടെ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി അവർ വിതരണം ചെയ്ത് കൊടുക്കുന്ന ഇൻവോയ്സിനെ വിളിക്കുന്ന പേരാണ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ സെയിൽസ് ഓർഡറിന് എഗനസ്റ്റ് ആയിട്ടോ അല്ല എങ്കിൽ ക്വാണ്ടിറ്റി കൃത്യമായ രീതിയിൽ മെൻഷൻ ചെയ്യാതെ ഒരു സപ്ലയർ അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിൽ നിന്ന് ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അല്ല എങ്കിൽ എന്താണ് ജോബ് വർക്കർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ കയറ്റുമതി ചെയ്യുന്ന സന്ദർഭത്തിൽ അല്ല എങ്കിൽ എന്താണ് നമ്മുടെ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ സപ്ലയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ലീഗൽ ഡോക്യുമെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഡെലിവറി ചെല്ലാൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം, ഏതെങ്കിലും ഒരു സപ്ലയർ വിതരണം ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി കൃത്യമായിട്ട് അറിയാതെ വരികയോ അല്ല എങ്കിൽ എന്താണ് അദ്ദേഹം ജോബ് വർക്കർക്കാണ് ഈ ഒരു ഗുഡ്സ് വിതരണം ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അല്ല എങ്കിൽ അദ്ദേഹം സെയിൽസ് ഓർഡറിന് എഗനസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഗുഡ്സ് വിതരണം ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അല്ല എങ്കിൽ ഇദ്ദേഹം ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഗുഡ്സിൻ്റെ വിതരണമാണ് നടത്തുന്നതെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു സപ്ലയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ലീഗൽ ഡോക്യുമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഡെലിവറി ചെല്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എന്ന് എടുത്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം വന്നതോടുകൂടി അവർ വിതരണം ചെയ്യുന്ന ടാക്സബിൾ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ കാര്യത്തിൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ലീഗൽ ഡോക്യുമെൻറ്റ്സൊക്കെയും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻവോയ്സിങ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇലക്ട്രോണിക്കലി ആയിരിക്കും, ഓൺലൈൻ മുഖേനയായിരിക്കും ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ആ രീതിയിൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഈ ഇൻവോയ്സിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടാക്സിബിൾ ഗുഡ്സിൻ്റെ വിതരണം ടാക്സിബിൾ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണം ഒരു കസ്റ്റമറിന് നടത്തി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടണമെങ്കിൽ അദ്ദേഹം മസ്റ്റായിട്ട് എന്ത് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം? അദ്ദേഹം ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം. അത് മാനുവലി മാത്രമല്ല, അദ്ദേഹം ഇലക്ട്രോണിക്കൽ ഓൺലൈനായിട്ടും ഈ ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് ആ കസ്റ്റമറിന് കൊടുത്തിട്ടുണ്ടാകണം എന്നാണ് പറഞ്ഞു വരുന്നത്. GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം വന്നതിന് ശേഷം. ഓക്കെ, അപ്പോൾ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം വിതരണം ചെയ്യുന്ന ഗുഡ്സിൻ്റെ സർവീസിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 50,000 രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായിട്ടും ഈ ഒരു ഗുഡ്സിൻ്റെ സർവീസിൻ്റെയും വിതരണത്തിൽ ഇദ്ദേഹത്തിന് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടണമെങ്കിൽ ഇദ്ദേഹം മാനുവലി മാത്രമല്ല ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെയോ ഓൺലൈനായിട്ടും ഇലക്ട്രോണിക്കലി ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് ആ കസ്റ്റമറിന് കൊടുത്തുണ്ടാകണം. ആ രീതിയിൽ കൊടുക്കുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഈ ഇൻവോയ്സിങ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം 1 ജൂലൈ 2017 നടപ്പിലാക്കിയതിന് ശേഷമാണ് ഈ ഒരു മെത്തേഡ് നമ്മുടെ രാജ്യത്ത് വന്നത്. ഇപ്പം നമുക്കറിയാം GST എന്ന് പറയുന്ന ഈ ഒരു ടാക്സ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് തന്നെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടാക്സിൻ്റെ വിതരണം, അതുപോലെ തന്നെ ടാക്സ് സപ്ലൈയുടെ വിതരണം, അതുപോലെ തന്നെ ടാക്സ് റിട്ടേണിൻ്റെ വിതരണം
കൃത്യമായിട്ടും സുഗമമാക്കുക, അത് കൂടുതൽ സുതാര്യമാക്കുക, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ശരിയായ രീതിയിൽ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് അത് ഗവൺമെൻറ് കൈകളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് വിതരണം ചെയ്ത് കൊടുക്കുന്ന ടാക്സബിൾ ഇൻവോയ്സ് അത് ഒരുപോലെയാക്കുക. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ അകത്ത് ഇറർ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയും, അതുപോലെ തന്നെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഒരു സപ്ലയർ കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് കൃത്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് ചെല്ലുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുവാനും ഈ ഒരു മെത്തേഡ് സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യത്ത് 1 ജാനുവരി 2020 ശേഷം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന 50,000 രൂപയുടെ മുകളിൽ നടക്കുന്ന എല്ലാ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വിതരണത്തിൽ ആ ഗുഡ്സോ സർവീസോ വിതരണം ചെയ്യുന്ന സപ്ലയർ മസ്റ്റായിട്ടും കസ്റ്റമറിന് മാനുവലി മാത്രമല്ല ഓൺലൈനായിട്ടും എന്ത് ഇഷ്യൂ ചെയ്ത് കൊടുക്കണം, ടാക്സബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഇൻവോയ്സിങ്ങിൻ്റെ അകത്ത് ഒരു ടാക്സബിൾ സപ്ലയർ വിതരണം ചെയ്ത് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം കസ്റ്റമർക്ക് ടാക്സബിൾ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെ വിതരണം നടത്തുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് സ്വീകരിക്കാൻ വേണ്ടി കസ്റ്റമർക്ക് കൊടുക്കുന്ന ടാക്സബിൾ ഇൻവോയ്സ് മസ്റ്റായിട്ടും ഓൺലൈൻ മുഖേന കൊടുത്തിട്ടുണ്ടാകണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കൊടുക്കുന്നത് ടാക്സബിൾ ഇൻവോയ്സ്, അത് ഇലക്ട്രോണിക്കലി ഈ ഇൻവോയ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന സപ്ലയർ അദ്ദേഹം ഏതെങ്കിലും ഒരു കസ്റ്റമറിന് പ്രൊഡക്റ്റ് വിറ്റു. ഓക്കെ, വിറ്റേക്കുന്ന പ്രൊഡക്റ്റിൻ്റെ മൂല്യം 50,000 രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം, ഈ ഇൻവോയ്സിങ് വഴി ടാക്സബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം. ഇനി ആ വിറ്റേക്കുന്ന പ്രൊഡക്റ്റ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് സെയിൽസ് റിട്ടേൺ സംഭവിച്ച് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഈ കസ്റ്റമറുടെ ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം അതിന് എഗനസ്റ്റായിട്ട് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും മാനുവലി. ഇതേ സെയിം രീതിയിൽ ഓൺലൈനായിട്ടും എന്ത് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം, ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം. ഇത് കൂടാതെ തന്നെ ഈ ഒരു ബിസിനസ്സുകാരൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് എമൗണ്ട് കുറവോ അല്ല എങ്കിൽ ടാക്സിബിൾ വാല്യൂ കുറവോ അല്ല എങ്കിൽ ഇദ്ദേഹം പർച്ചേസ് റിട്ടേൺ ചെയ്യുന്ന സമയത്തോ കൃത്യമായിട്ടും ഒരു ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, അങ്ങനെ നടത്തുന്ന ഗുഡ്സിൻ്റെ സർവീസിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 50,000 രൂപയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മാനുവലായിട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഡെബിറ്റ് നോട്ട് ഓൺലൈൻ മുഖേന ഇഷ്യൂ ചെയ്ത് ആ റിസിപ്പിയൻസിന് കൊടുത്തിട്ടുണ്ടാകണം. ഓക്കെ, അപ്പോൾ ഈ ഇൻവോയ്സും വഴി ഒരു സപ്ലയർ വിതരണം ചെയ്യുന്ന ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു സപ്ലയർ വിതരണം ചെയ്യുന്ന ടാക്സിബിൾ ഇൻവോയ്സ്, അതുപോലെ തന്നെ എന്താണ് ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള എല്ലാ വൗച്ചറുകളും നമുക്ക് ഓൺലൈൻ മുഖേന ഇഷ്യൂ ചെയ്ത് ഒരു സപ്ലയർക്ക് വിതരണം ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സപ്ലയർ വിതരണം ചെയ്യുന്ന ടാക്സിബിൾ ഇൻവോയ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ക്രെഡിറ്റ് നോട്ട് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡെബിറ്റ് നോട്ട് ആയിക്കോട്ടെ, ഇത് ഓൺലൈൻ മുഖേന കൊടുക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള റെസിപ്പിയൻസിനായിരിക്കും അല്ലേ. ഇത് ചിലപ്പോൾ റെസിപ്പിയൻസിനാകാം ഒരു കോപ്പി കൊടുക്കുന്നത്, ചിലപ്പോൾ ഏത് തരത്തിലുള്ള ബാങ്കുകൾക്കായിരിക്കാം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഏജൻസിനായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഗുഡ്സിൻ്റെ വിതരണത്തിൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ടാക്സിബിൾ ഇൻവോയ്സിൻ്റെയോ അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ടിൻ്റെയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സെയിം രൂപത്തിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ സെയിം രൂപത്തിൽ തന്നെ ടാക്സിബിൾ ഇൻവോയ്സ് അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ ഒരു സപ്ലയർക്ക് ഈസിയായിട്ട് സാധിക്കുന്നു ഈ ഓൺലൈൻ മുഖേന. ഇനി രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലയർ ഇങ്ങനെ വിതരണം ചെയ്ത് കൊടുക്കുന്ന ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ടാക്സിബിൾ ഇൻവോയ്സ് ആയിക്കോട്ടെ, ഡെബിറ്റ് നോട്ട് ആയിക്കോട്ടെ, ക്രെഡിറ്റ് നോട്ട് ആയിക്കോട്ടെ, രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് ഇരുന്നു കൊണ്ടും ആ ഒരു റെസിപ്പിയൻസിന് അത് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അദ്ദേഹത്തിന് അത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാക്സിബിൾ സപ്ലയർ വിതരണം ചെയ്യുന്ന ഈ ഒരു ടാക്സിബിൾ ഇൻവോയ്സ് അർഹരായവർ അല്ലെങ്കിൽ ടാക്സിബിൾ ഇൻവോയ്സിന് ആവശ്യമുള്ള കസ്റ്റമർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാങ്കുകാരായിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പാർട്ടീസിനും കൊടുക്കുന്നത് സെയിം ഫോർമാറ്റിൽ തന്നെയായിരിക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബയ്യറുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്ന ബയ്യറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് കൃത്യമായിട്ടും ഈ സെല്ലർ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ടും ഗവൺമെൻറ്റിന് ഈ ഇൻവോയ്സിംഗ് വഴി ഉറപ്പ് വരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ സേഫ്റ്റി അതുപോലെ തന്നെ അതിൻ്റെ കാര്യക്ഷമത ഉറപ്പ് വരുത്തുവാനും ഗവൺമെൻറ്റിന് സാധിക്കുന്നു. ഓക്കെ, പിന്നെ എന്താണ് ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ GST ഡിപ്പാർട്ട്മെൻറ്റിന് ഇന്ത്യയിൽ വിതരണം ചെയ്യപ്പെടുന്ന എല്ലാ ടാക്സിബിൾ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും കാര്യത്തിൽ ടാക്സ് കളക്ഷൻ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാനും അത് കൃത്യമായ രീതിയിൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുവാനും ഈ ഒരു മെത്തേഡ് കൊണ്ട് സാധിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ചില ബെനിഫിറ്റുകൾ പറയുന്നുണ്ട് താഴേക്ക്. വൺ ടൈം റിപ്പോർട്ടിംഗ് B2B ഇൻവോയ്സ് ഡേറ്റ വിൽ ഹെൽപ്പ് ടു റെഡ്യൂസ് റിപ്പോർട്ടിംഗ് മൾട്ടിപ്പിൾ ഫോർമാറ്റ്, വൺ ഫോർ GSTR, വൺ അതർ ദാൻ ഫോർ E-way ബിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ അദ്ദേഹം ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വിതരണം നടത്തുന്നത് ഒന്നിലധികം കസ്റ്റമേഴ്സിനായിരിക്കും അല്ലേ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇങ്ങനെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് ഇദ്ദേഹത്തിൻ്റെ ടാക്സ് റിട്ടേണിൻ്റെ അകത്ത് മാനുവലി ആണെങ്കിൽ പല സമയത്ത് കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് എല്ലാം എന്നാണോ അദ്ദേഹം ടാക്സ് റിട്ടേൺ ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യുന്നത് ആ ഒരൊറ്റ സമയത്തിരുന്ന് കുത്തിയിരുന്ന് പൂരിപ്പിക്കേണ്ടി വരും അല്ലേ. അത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇദ്ദേഹം ഈ ഒരു ഓൺലൈൻ മുഖേനയാണ് ഈ ഒരു ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കസ്റ്റമറിന് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഞാൻ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ എൻ്റെ ബിസിനസ് ഫെയിമിൽ നിന്ന് ടാക്സിബിൾ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെ വിതരണം ഒന്നിലധികം കസ്റ്റമേഴ്സിന് നടത്തി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിലയോടൊപ്പം തന്നെ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തു. ഞാൻ അവർക്ക് ഈ ഇൻവോയ്സിങ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി എൻ്റെ സെയിൽസ് ടാക്സ് റിപ്പോർട്ടിൽ അല്ലെങ്കിൽ സെയിൽസ് വഴി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് റിപ്പോർട്ടിൽ ഓട്ടോമാറ്റിക്കലി ആ എമൗണ്ട് വരികയും ഞാൻ കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് ഓട്ടോമാറ്റിക്കലി അപ് ടു ഡേറ്റ് ആയിട്ട് ആ ടൈം എപ്പോഴാണ് ഞാൻ കസ്റ്റമർക്ക് ഈ ഒരു ഇൻവോയ്സിംഗ് ബില്ല് ജനറേറ്റ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ എൻ്റെ സെയിൽസ് ടാക്സ് റിപ്പോർട്ട് അഥവാ GSTR 1 കൃത്യമായിട്ട് അത് വന്നു കിടക്കും. ഇന്ന കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഇന്ന ഡേറ്റിൽ ഇത്ര ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നും എപ്പോഴാണ് ഞാൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ആ സമയത്ത് അപ് ടു ഡേറ്റ് ആയിട്ട് എൻ്റെ GSTR 1 വന്നു കിടക്കും. പ്രത്യേകിച്ച് ഞാനത് എന്നാണോ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ആ സമയത്ത് മാനുവലി ഇരുന്ന് പൂരിപ്പിക്കേണ്ട കാര്യമല്ല. എനിക്കതിൻ്റെ ജസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഞാൻ അത് ഗവൺമെൻറ്റിലേക്ക് ആ റിട്ടേൺ ഒന്ന് ഫയൽ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ആ ഒരു കാര്യം എന്താണ് ഈ ഇൻവോയ്സിംഗ് കൊണ്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ GSTയുടെ അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാൾ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണം വഴി കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് പല സമയത്തായിരിക്കാം കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ടുകളെല്ലാം അദ്ദേഹം ഈ ഇൻവോയ്സിംഗ് വഴി ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് ഈ ഇൻവോയ്സും വഴി ഒരു ടാക്സിബിൾ ഇൻവോയ്സ് കസ്റ്റമറിന് കൊടുക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സെയിൽസ് ടാക്സ് റിപ്പോർട്ടിൽ അല്ല എങ്കിൽ GSTയുടെ 1 ഓട്ടോമാറ്റിക്കലി വന്ന് കിടക്കുകയും ഇദ്ദേഹത്തിന് ടാക്സ് റിട്ടേൺ ഗവൺമെൻറ്റിലേക്ക് പെട്ടെന്ന് തന്നെ ഫയൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സപ്ലയർ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കൂടുതൽ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തിട്ട് കുറച്ച് ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു പഴയ ടാക്സ് സിസ്റ്റത്തിൽ. അങ്ങനെ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ടാക്സ് ഈവിയേഷൻസ്, അതുപോലെ തന്നെ എന്താണ് ടാക്സ് വെട്ടിപ്പുകൾ, തട്ടിപ്പുകൾ മുതലായ കാര്യങ്ങളൊന്നും ഈ ഇൻവോയ്സിംഗ് വന്നതോടുകൂടി എലിമിനേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നിൻ്റെ ഇത്രയും നാളും നീ കസ്റ്റമേഴ്സിൻ്റെ ഗവൺമെൻറ് അടുത്തൊരു പോയിന്റ് പറയുന്നത് ഇങ്ങനെയാണ്: ഹെൽപ്സ് ടു ജനറേറ്റ് സെയിൽസ് ആൻഡ് പർച്ചേസ് രജിസ്റ്റർ ഫ്രം ദിസ് ഡേറ്റ, കീപ് റിട്ടേൺ 1 എക്സെട്ര റെഡി ഫോർ ഫയലിംഗ്. അതായത് ഗവൺമെൻറ് പറയുകയാണ് പെട്ടെന്നൊരു സാഹചര്യത്തിൽ GST ഡിപ്പാർട്ട്മെൻറ്റ് പറയുകയാണ് ഒരു ബിസിനസ്സുകാരനോട്, നീ ഇത്രയും നാളും സെയിൽ വഴി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് റിപ്പോർട്ടും അതുപോലെ തന്നെ പർച്ചേസ് വഴി നീ ഗവൺമെൻറ്റിൽ അടച്ചേക്കുന്ന ടാക്സ് റിപ്പോർട്ടും ഉടനെ തന്നെ ഇന്ന ദിവസം ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ടാക്സ് സിസ്റ്റത്തിലാണെങ്കിൽ ആ ഗവൺമെൻറ് ഏത് സമയം തൊട്ട് ഏത് സമയം വരെയാണ് പറഞ്ഞിരിക്കുന്നത് അത്രയും നാളും നടന്നിരിക്കുന്ന സെയിൽ വഴി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ടും അതിൻ്റെ ഡീറ്റെയിൽസും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ പർച്ചേസ് രജിസ്റ്ററിലും അതുപോലെ പർച്ചേസ് ടാക്സ് റിപ്പോർട്ടിലും സെയിൽസ് ടാക്സ് റിപ്പോർട്ടിലും സെപ്പറേറ്റിൽ ഇരുന്ന് ഇങ്ങനെ നമ്മൾ പൂരിപ്പിക്കേണ്ടി വരും. ഇതിന് വളരെയധികം ടൈം എടുക്കും അല്ലേ. എന്നാൽ ഇത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ തന്നെ ഫയൽ ചെയ്യണമെങ്കിൽ വളരെയധികം സമയം നമുക്ക് ആവശ്യമായിട്ട് വരും. എന്നാൽ ഈ ഇൻവോയ്സും വഴി എന്താണ് സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻവോയ്സിംഗ് വന്നതോടുകൂടി നമുക്ക് GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാൾ വ്യത്യസ്തരായിട്ടുള്ള സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. അദ്ദേഹം പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനും സർവീസിനും ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിൻ്റെ പർച്ചേസ് ടാക്സ് റിപ്പോർട്ടിൽ ഇദ്ദേഹം ഇത്ര ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നിശ്ചിത കാലയളവിൽ നടന്നിരിക്കുന്ന പർച്ചേസ് രജിസ്റ്റർ അപ് ടു ഡേറ്റ് ആയിട്ട് എന്നാണ് അദ്ദേഹം ലാസ്റ്റ് പർച്ചേസ് നടത്തി അന്ന് വരെയുള്ള കാര്യങ്ങൾ പർച്ചേസ് രജിസ്റ്ററിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും. ഇതേ സെയിം രീതിയിൽ ആ ഒരു ബിസിനസ്സുകാരൻ വ്യത്യസ്തരായിട്ടുള്ള കസ്റ്റമർക്ക് ഒരു നിശ്ചിത കാലഘട്ടം തൊട്ട് നിശ്ചിത കാലഘട്ടം വരെയും സെയിൽ നടത്തിയത് വഴി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് എമൗണ്ട് ഷോ ചെയ്തിട്ടുണ്ടാകും. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന
കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണം നടത്തിയത് വഴി കളക്ട് ചെയ്ത ടാക്സ് എമൗണ്ടുകൾ അദ്ദേഹം ഈ ഇൻവോയ്സിങ് വഴി കസ്റ്റമർക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സെയിൽസ് ടാക്സ് റിപ്പോർട്ടിൻ്റെ അകത്തേക്ക് ഓട്ടോമാറ്റിക്കലി അപ് ടു ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് പറയുന്ന ടൈമിൽ തന്നെ കൃത്യമായിട്ട് ഗവൺമെൻറ്റിലേക്ക് പർച്ചേസ് ടാക്സ് റിട്ടേണും അതുപോലെ സെയിൽസ് ടാക്സ് റിട്ടേണും ഗവൺമെൻറ് പറയുന്ന സന്ദർഭത്തിൽ തന്നെ എന്താണ് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ദ പാർട്ട് ഓഫ് റൂട്ടീൻ ബിസിനസ് പ്രോസസ് ഓഫ് ദി ടാക്സ് പെയർ. അതായത് ഈ ഇൻവോയ്സിങ് വഴി നമ്മളുടെ പർച്ചേസ് ടാക്സ് റിപ്പോർട്ട്, സെയിൽസ് ടാക്സ് റിപ്പോർട്ട്, അതുപോലെ തന്നെ എന്താണ് പർച്ചേസ് രജിസ്റ്റർ, സെയിൽസ് രജിസ്റ്റർ മുതലായ കാര്യങ്ങൾ ചിലർ ഡെയിലി പ്രിപ്പയർ ആയിട്ട് പോവുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കത് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം വന്നതിന് ശേഷം, ഈ ഇൻവോയ്സിങ് നടപ്പിലായതിനു ശേഷം. എന്നാൽ മുമ്പിലത്തെ ടാക്സ് സിസ്റ്റത്തിലാണെങ്കിൽ ഗവൺമെൻറ് പറയുന്ന സമയത്ത് ഈ പർച്ചേസ് ടാക്സ് റിപ്പോർട്ടും അതുപോലെ സെയിൽസ് ടാക്സ് റിപ്പോർട്ടും ദിവസങ്ങൾ കുത്തിയിരുന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കണം. എന്നാൽ എന്താണ് ഈ GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം വന്നതോടുകൂടി ഇതൊരു ഡെയിലി നടക്കുന്ന ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പർച്ചേസ് ടാക്സ് റിപ്പോർട്ടും അതുപോലെ തന്നെ സെയിൽസ് ടാക്സ് റിപ്പോർട്ടും മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാൾ പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ പർച്ചേസ് ടാക്സ് റിപ്പോർട്ടിൽ കാണും. അദ്ദേഹം പർച്ചേസ് വഴി എത്ര രൂപയാണ് ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുന്നത്, അതിൻ്റെ അകത്ത് എത്ര എമൗണ്ട് ഇദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങൾ കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ പർച്ചേസ് ടാക്സ് റിപ്പോർട്ടിൻ്റെ അകത്ത് കാണും. ഓക്കെ, അതനുസരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ പറ്റും എഫിഷ്യൻ്റായിട്ട്. ഓക്കെ, അത് ഡെയിലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിന് സാധിക്കുന്ന ഇൻവോയ്സും വന്നതിന് ശേഷം. ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയ്യർ ക്യാൻ ഡു റീകൺസിലേഷൻ വിത്ത് പർച്ചേസ് ഓർഡർ ആൻഡ് ആക്സെപ്റ്റ് റിജക്ട് ടൈം. അതായത് GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ചിലപ്പോൾ ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഒരു സെയിൽസ് ഓർഡർ കിട്ടി, അതിന് എഗനസ്റ്റായിട്ട് പ്രൊഡക്റ്റ് കൊടുത്തു. സെയിൽസ് ഓർഡർ കിട്ടിയത് ഇൻവോയ്സിങ് വഴി റെക്കോർഡ് ചെയ്തു. അതുപോലെ തന്നെ കസ്റ്റമറിന് പ്രൊഡക്റ്റ് കൊടുത്തത് ഇൻവോയ്സിങ് വഴി റെക്കോർഡ് ചെയ്തു. അതുപോലെ തന്നെ കസ്റ്റമർ സെയിൽസ് റിട്ടേൺ ഡാമേജ് സംഭവിച്ച പ്രോഡക്റ്റ് തിരിച്ചു വരുന്നത് എന്താണ് ഈ ഇൻവോയ്സിങ് വഴി റെക്കോർഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ കസ്റ്റമർ എത്ര പ്രോഡക്റ്റ് സെയിൽസ് ഓർഡർ വഴി കസ്റ്റമർ ഇങ്ങനെ എത്ര പ്രോഡക്റ്റാണ് സെയിൽസ് ഓർഡർ കിട്ടിയേക്കുന്നത്, അതുവഴി എത്ര ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തു, ദെൻ സെയിൽസ് റിട്ടേൺ സംഭവിച്ചപ്പോൾ എത്ര ടാക്സ് എമൗണ്ട് തിരിച്ചു കൊടുത്തു, ഈ മുതലായ കാര്യങ്ങൾ ഓൺലൈൻ മുഖേന അപ് ടു ഡേറ്റ് ആയിട്ട് സെയിൽസ് രജിസ്റ്ററിൽ വന്ന് കിടക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ എന്താണ് പർച്ചേസിൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ സപ്ലയറും ബിസിനസ്സുകാരനും അതുപോലെ സപ്ലയറും അതുപോലെ തന്നെ കസ്റ്റമറും തമ്മിലുള്ള കസ്റ്റമർ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ എന്താണ് സപ്ലയറും അയാളുടെ വെണ്ടറും തമ്മിലുള്ള വെണ്ടർ റീകൺസിലേഷനും ഈസി ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് ആ ടൈമിൽ നടന്നു പൊക്കോളുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടാക്സ് ഈവേഷൻ എന്ന് പറയുന്നത് ഇല്ലാതെയായി മാറും. കാരണം അപ് ടു ഡേറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ ഒരു ബിസിനസ്സുകാരൻ പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ടും സെയിൽ വഴി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ടും എന്താണ് എപ്പോഴും മാച്ച് ചെയ്ത് പോകുന്നു അപ് ടു ഡേറ്റ് ആയിട്ട്. പിന്നെന്താണ് ഈ ഒരു GST ഡിപ്പാർട്ട്മെൻറ്റിന് ഈ ഒരു ടാക്സിൻ്റെ കാര്യങ്ങൾ എഫിഷ്യൻ്റായിട്ട് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് ടാക്സ് വെട്ടിപ്പുകളും അതുപോലെ തന്നെ ടാക്സ് ഏവിയേഷനും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് GST ഡിപ്പാർട്ട്മെൻറ്റിന് ഈ ഒരു ടാക്സിൻ്റെ കാര്യം കസ്റ്റമറെ കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് കൃത്യമായിട്ട് ഗവൺമെൻറ് കൈകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേഷൻ ജോലി എഫിഷ്യൻ്റായിട്ട് നടക്കുന്നു. അതുപോലെ തന്നെ ഫേക്കായിട്ട് GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ ഫേക്കായിട്ട് ചെയ്യുന്ന തരത്തിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു ഗവൺമെൻറ്റിലേക്ക്. അതായത് ഞാൻ പർച്ചേസ് മകൻ ഇത്ര ടാക്സ് എമൗണ്ട് അടച്ചു, എനിക്ക് ഇത്ര എമൗണ്ട് ഇൻപുട്ട് ടാക്സ് എമൗണ്ട് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ തരത്തിൽ ഫേക്ക് ഇൻവോയ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് ഈ ഇൻവോയ്സ് വന്നതിന് ശേഷം ഇല്ലാതെയായി മാറി. കാരണം അദ്ദേഹം പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൽ അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ഓൾറെഡി എന്താണ് ഈ ഇൻവോയ്സ് വന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി ഗവൺമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ വന്ന് കിടക്കുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ഫേക്കായിട്ട് ഇൻവോയ്സ് ഒക്കെ ജനറേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് എടുക്കൽ നടക്കുകയില്ല. ഇത്രയും കാര്യങ്ങൾ ഈ ഇൻവോയ്സ് വന്നതുകൊണ്ട് നടന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇൻവോയ്സിങ് ഓഫ് ഗുഡ്സ് ട്രാൻസ്പോർട്ടഡ് ഇൻ നോക്ക്ഡ് ഡൗൺ ഫോം. ഇൻവോയ്സ് ഓഫ് ഗുഡ്സ് ട്രാൻസ്പോർട്ടഡ് ഇൻ നോക്ക്ഡ് ഡൗൺ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ഒരു സപ്ലയർ വിതരണം ചെയ്യുന്നത് ഗുഡ്സ് ചിലപ്പോൾ തകർന്ന ഗുഡ്സ് ആയിരിക്കും വിതരണം ചെയ്യുന്നത്. അല്ല എങ്കിൽ അദ്ദേഹം ആ ഗുഡ്സ് വിതരണം ചെയ്യുന്നത് പാർട്സ് ആയിട്ടായിരിക്കും വിതരണം ചെയ്യുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അദ്ദേഹം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് നോക്ക്ഡ് ഡൗൺ ഫോർമാറ്റിലായിരിക്കും ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം
വിതരണം ചെയ്യുന്നത് എന്താണ് ഏത് തരത്തിൽ ഡാമേജ് സംഭവിച്ചേക്കുന്ന പ്രൊഡക്റ്റോ അല്ലെങ്കിൽ പാർട്സ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അദ്ദേഹം ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഇൻവോയ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇപ്പോൾ ഞാൻ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയറാണ്. ഞാൻ എന്താണ് ഒരു ടവറിൻ്റെ ഇൻസ്റ്റാളേഷന് വേണ്ടിയാണ് ഒരു ഗുഡ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വിതരണം ചെയ്യുന്നത് ചിലപ്പോൾ പാർട്സായിട്ടായിരിക്കും വിതരണം ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് ഈ ടവർ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സ്ഥലത്തായിരിക്കാം. അപ്പോൾ ഞാൻ ഈ പല സമയത്ത് പല പാർട്സായിട്ട് വിതരണം ചെയ്യുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ടാക്സിബിൾ ഇൻവോയ്സ് ഏതൊക്കെ ഫോർമാറ്റിലായിരിക്കണം, അതെങ്ങനെയാണ് എന്നാണ് ഈ ഒരു കാര്യത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സപ്ലയർ ഷാൽ ഇഷ്യൂ ദി കംപ്ലീറ്റ് ഇൻവോയ്സ് ബിഫോർ ഡിസ്പാച്ച് ഓഫ് ദി ഫസ്റ്റ് കൺസൈൻമെൻറ്റ്. അപ്പോൾ ഈ രീതിയിൽ പാർട്സായിട്ട് വിതരണം ചെയ്യുന്ന ഗുഡ്സിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ തകർന്ന ഒരു ഗുഡ്സിൻ്റെ വിതരണത്തിൻ്റെ കാര്യത്തിലോ സപ്ലയർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലയർ ഒരു കംപ്ലീറ്റ് ഇൻവോയ്സിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എപ്പോഴാണോ ഈ ഫസ്റ്റ് പ്രൊഡക്റ്റ് വിതരണം ചെയ്യുന്നത്, ഫസ്റ്റ് പാർട്സ് പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് വിതരണം ചെയ്യുന്നത്, ആ സന്ദർഭത്തിൽ ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. അതിൻ്റെ ഒരു ഫോർമാറ്റ് ഏതൊക്കെ പ്രൊഡക്റ്റുകൾ ഏതൊക്കെ സമയത്ത് ഡെലിവറി ചെയ്ത് കൊടുക്കണം എന്നുള്ള ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ ചെറിയൊരു ഫോർമാറ്റ് ഫസ്റ്റ് കൺസൈൻമെൻറ്റിൽ തന്നെ ഈ ഒരു സപ്ലയർ വിതരണം ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സപ്ലയർ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്സായിട്ടുള്ള ഗുഡ്സ് പല സന്ദർഭങ്ങളിലായിട്ടായിരിക്കാം ഈ ഒരു സപ്ലയർ വിതരണം ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നീട് കൊടുക്കുന്ന ഓരോ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൽ സപ്ലയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് ചെല്ലാനായിരിക്കും. ഓക്കെ, അത് കൃത്യമായിട്ടും ആ ചെല്ലാൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. ഇൻവോയ്സ് പറഞ്ഞിരിക്കുന്ന സെയിം രീതിയിൽ ഏത് റെഫറൻസ് നമ്പർ ഏത് ഇൻവോയ്സ് നമ്പറിന് എഗനസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ചെല്ലാൻ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. അതായത് ഇപ്പോൾ ഞാൻ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാനൊരു പ്രൊഡക്റ്റ് പാർട്സായിട്ടാണ് കൊടുക്കുന്നത് കസ്റ്റമർക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പാർട്ട് കസ്റ്റമർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഞാൻ ആ ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ ഫുൾ ഫോം ഇഷ്യൂ ചെയ്ത് ആർക്ക് കൊടുത്തിട്ടുണ്ടാകണം, നമ്മുടെ കസ്റ്റമറിന് കൊടുത്തിട്ടുണ്ടാകണം. ആ ഇൻവോയ്സിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം ഇന്ന ഡേറ്റിൽ ഇന്ന ചെല്ലാൻ നമ്പർ പ്രകാരം അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ ഇന്ന പ്രോഡക്റ്റ് ഇന്ന കസ്റ്റമറിന് എത്തിച്ചു കൊടുക്കും എന്ന് കൃത്യമായിട്ട് ആ ഫോമിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇനി രണ്ടാമത്തെ കാര്യം, പിന്നീട് രണ്ടാമത് കൺസൈൻമെൻറ്റ്സ് ഒക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ടാമത് ആ ഗുഡ്സിൻ്റെ വിതരണം പാർട്സായിട്ടുള്ള ഗുഡ്സിൻ്റെ വിതരണം നടക്കുമ്പോൾ ഞാൻ ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ചെല്ലാനാണ്. അപ്പോൾ ആ ചെല്ലാൻ്റെ അകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം ഇന്ന ഇൻവോയ്സ് നമ്പർ പ്രകാരം ആണ് നടന്നിരിക്കുന്ന ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിലാണ് ഇന്ന ഇൻവോയ്സ് നമ്പർ പ്രകാരമാണ് ഈ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണം നടന്നിട്ടുള്ളത്. അതിന് എഗനസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ചെല്ലാൻ ഇഷ്യൂ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ടും പിന്നീടുള്ള ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിനോടൊപ്പം സപ്ലൈ ചെയ്യുന്ന ചെല്ലാൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇനി അടുത്ത കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഈ ബിസിനസ്സുകാരൻ അദ്ദേഹം ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണം നടത്തുന്നത് പാർട്സായിട്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഒരു ഫസ്റ്റ് കൺസൈൻമെൻറ്റ് നടക്കുമ്പോൾ തന്നെ ഈ ഒരു ഇൻവോയ്സിൻ്റെ മൊത്തത്തിലുള്ള ഫോം ഇദ്ദേഹം അയച്ചു കൊടുക്കുന്നു കസ്റ്റമർക്ക്. പിന്നീടുള്ള വിതരണത്തിൽ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൻ്റെ ഒപ്പം തന്നെ കസ്റ്റമർക്ക് കൊടുക്കുന്നത് ചെല്ലാനായിരിക്കും. ആ ചെല്ലാൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടും ആ ഇൻവോയ്സിൻ്റെ പൂർണ്ണരൂപം വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ടാകണം. അദ്ദേഹത്തിൻ്റെ എല്ലാ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ടൈമിൽ നിന്ന് വിതരണം ചെയ്യപ്പെടുന്ന ഫുൾ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഇൻവോയ്സിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി അതിൻ്റെ ഒപ്പം ആ ചെല്ലാൻ്റെ ഒപ്പം മസ്റ്റായിട്ടും അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകണം. ഇനി എന്നാണോ ആ കൺസൈൻമെൻറ്റ്സ് ആ പാർട്സായിട്ട് ഗുഡ്സ് മൊത്തം ഈ ഒരു സപ്ലയർ വിതരണം ചെയ്ത് കൊടുക്കുന്നത് അവസാന കൺസൈൻമെൻറ്റ്സിന് പാർട്സിൻ്റെ വിതരണം നടന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ ഒരു സപ്ലയർ ഒറിജിനൽ ഇൻവോയ്സ് ആ കസ്റ്റമറിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്സായിട്ട് വിതരണം ചെയ്യുന്ന ഗുഡ്സിൻ്റെ കാര്യത്തിൽ ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ സപ്ലയർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങളെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. താങ്ക് യു.